ബിഗ് ബോസ് വീട്ടിൽ ഈ ആഴ്ചത്തെ ടാസ്ക് എന്ന് പറയുന്നത് ഹോട്ടൽ ടാസ്ക് ആണ്. ഗസ്റ്റുകൾ എത്തുന്ന ഹോട്ടൽ ടാസ്ക്. അതിലേക്കുള്ള ഇന്റർവ്യൂ ആണ് രാവിലെ തന്നെ പവർ ടീം നടത്തിക്കൊണ്ടിരുന്നത്. അതിൽ ഇന്റർവ്യൂവിനായി എത്തിയ ജാസ്മിന്റെ ടീം, ജാസ്മിൻ, ശ്രീരേഖ, സിജോ എന്നിവരടങ്ങിയ ടീമും അവിടെ ഇന്റർവ്യൂ നടത്തുന്ന പവർ ടീമും തമ്മിൽ വാക്പോരായിരുന്നു സത്യത്തിൽ ഇന്റർവ്യൂവിൽ നടന്നിരുന്നത്. ഇന്റർവ്യൂ നടത്തുന്ന സമയത്ത് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ചെളിവാരി എറിയുന്ന ഒരു സ്വഭാവമായിരുന്നു രണ്ടു കൂട്ടരുടെ ഭാഗത്തുനിന്നുണ്ടായത്. അവിടെ പറയുന്നുണ്ടായിരുന്നു, ഇവിടെ ചിലർ മുതലക്കണ്ണീര് ഒഴുക്കുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നോറയെ കളിയാക്കുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ ജാസ്മിന്റെ അടുത്ത് വൃത്തിയിലെല്ലാം കാര്യങ്ങൾ ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് ജാസ്മിനെ വൃത്തിയില്ലാത്തവളാക്കി ചിത്രീകരിക്കുന്നുണ്ടായിരുന്നു. മൊത്തത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചെളിവാറി എറിഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ലാസ്റ്റ് അവർക്ക് കൊടുത്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവിടെ ശ്രീരേഖയ്ക്ക് സെക്യൂരിറ്റി ആയിട്ടും ബാക്കി 2 പേർക്ക്, ഒരാൾക്ക് ബാത്റൂം ക്ലീനിങ്, സിജോയ്ക്ക് ബാത്റൂം ക്ലീനിങ്ങും അതുപോലെ തന്നെ ഫ്ലോർ ക്ലീനിങ്ങും, ജാസ്മിന് റൂമുകൾ ക്ലീൻ ചെയ്യലും ഡ്രസ്സുകൾ അടക്കി വെക്കലും ബെഡ്ഷീറ്റുകൾ ഒതുക്കലും ഒക്കെയാണ് കൊടുത്തത്. ഇത് പറഞ്ഞ വഴിക്ക് ജാസ്മിൻ അവിടെ ഇരുന്ന് പറയുന്നുണ്ടായിരുന്നു, ആലോചിക്കാം എന്നാണ് ജാസ്മിൻ അവിടെ ഇരുന്ന് റിപ്ലൈ പറഞ്ഞത്. അതിനുശേഷം സിജോയും ജാസ്മിനും അവിടെ ശ്രീരേഖയും ഇരുന്ന് സംസാരിക്കുന്നുണ്ടായിരുന്നു. ഇന്റർവ്യൂവിനിടയിൽ നമ്മൾ കൊടുക്കേണ്ടതെല്ലാം കൊടുത്തിട്ടുണ്ട്, ഇനി ഇവിടെ നിന്ന് അങ്ങോട്ടും നമ്മൾ കൊടുക്കേണ്ടത് കൊടുത്തേ തീരൂ. നമ്മുടെ ഉന്നം അവിടെ വരുന്ന ഗസ്റ്റ് അല്ല, പവർ ടീമാണ്. പവർ ടീമിന്റെ അടുത്ത് കിട്ടുന്ന അവസരത്തിൽ മുഴുവൻ നല്ല കൊട്ടുകൊട്ടിയേക്കണം, നല്ലത് പറഞ്ഞേക്കണം എന്നാണ് എന്തായാലും ജാസ്മിനും സിജോയും കൂടി തീരുമാനിച്ചിരിക്കുന്നത്. ശ്രീരേഖയും പറയുന്നുണ്ട് ഞാനും കൊടുക്കുമെന്ന്. എന്തായാലും ഇന്റർവ്യൂ കഴിഞ്ഞതിന് ശേഷം അവിടെ പവർ ടീമിൽ പോയിരുന്ന അവർ സംസാരിക്കുന്നുണ്ട്. ശ്രീരേഖയ്ക്ക് അവിടെ കൊടുത്തത് നല്ലൊരു കാര്യമാണ്, ശ്രീരേഖ നന്നായിട്ട് അത് ചെയ്യും, സെക്യൂരിറ്റി ചെയ്യുമെന്ന് നമുക്ക് ഉറപ്പാണ്. പിന്നെ സിജോയ്ക്കും അതുപോലെ തന്നെ ജാസ്മിനും കൊടുത്തത് അവർക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല എന്ന് നമുക്കറിയാം. പക്ഷേ അവർ നമ്മൾ അങ്ങനെ അങ്ങോട്ട് വിടാനായിട്ട് ഉദ്ദേശിക്കുന്നില്ല. ഒരു മാന്യതയില്ലാണ്ടാണ് അവർ ഇന്റർവ്യൂവിന് വന്നിരുന്നത്. അവർക്ക് പെരുമാറാനായിട്ട് അറിയില്ലായിരുന്നു. അപ്പൊ അവരവിടെ നിന്നിട്ട് എന്താ ചെയ്യുന്നു ചെയ്യട്ടെ, കാണട്ടെ എന്നാണ് പവർ ടീമിന്റെ തീരുമാനം. എന്തായാലും പവർ ടീമിനോട് ഏറ്റുമുട്ടാൻ തന്നെയാണ് ജാസ്മിനും സിജോയും തീരുമാനിച്ചിട്ടുള്ളത്. രാവിലത്തെ ഇന്റർവ്യൂ പോലും അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു തരത്തിലുള്ള ഒരു കോംപ്രമൈസും ഇല്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും വാക്കുപോര് നടത്തിക്കൊണ്ടുള്ള ഇന്റർവ്യൂ ആണ് നടത്തിയത്. ബാക്കി 2 ടീമാണെന്നുണ്ടെങ്കിലും പവർ ടീമിന്റെ അടുത്ത് അത്യാവശ്യം മര്യാദ രീതിയിലൊക്കെ പെരുമാറിക്കൊണ്ട് അവിടെ കിച്ചൺ ഡ്യൂട്ടി കിട്ടിയിരിക്കുന്നത് അർജുൻ, ജിൻഡോ, ശ്രീതു അടങ്ങുന്ന ടീമിനാണ്. അതുപോലെ അവിടെ റോബോട്ടായിട്ട് സായിക്കും അവിടെ എന്റർടൈൻമെന്റും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ടുള്ളതാണ് ബാക്കി ശരണ്യ, അപ്സര, നന്ദന എന്നിവർക്കും കിട്ടിയത്. എന്തായാലും ഹോട്ടൽ ടാസ്ക് എന്തായാലും ഉച്ചയോടുകൂടി തുടങ്ങും എന്നാണ് തോന്നുന്നത്. അവിടെ ഇത്തിരി എരിപുരിയൊക്കെ വീണ് തുടങ്ങിയിട്ടുണ്ട്. എന്താവുമെന്ന് കണ്ടറിയാം.